നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്കും നിങ്ങളിഷ്ടപ്പെടുന്നവർക്കും കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ മനുഷ്യന്മാർ ഉണ്ടാക്കിയിട്ട് സ്വസ്ഥതയും സമാധാനവും കിട്ടുന്നു എന്ന് പറയുന്ന സർക്കസ് നിങ്ങൾ ഓരോരുത്തർ ചെയ്യുമ്പോഴും എന്താണ് അനുഭവിക്കുന്നത് എന്നുള്ള ഭാഗത്ത് തുറന്ന് സംസാരിക്കാൻ, ആ ഒരുമിച്ച് നിന്നുകൊണ്ട്, ആ ഒരുമയിൽ നിന്നുകൊണ്ട് തന്നെ ആരും ആരെയും ഒഴിവാക്കാതെ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഓരോരുത്തരും ചെയ്ത പ്രവൃത്തികൾ അവർ എങ്ങനെയാണ് അനുഭവിക്കുന്നതെന്ന് ഒരുമിച്ചിരുന്നു കൊണ്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യാനും സത്യസന്ധമായിട്ട് സാധിച്ചാൽ അവിടെയാണ് എല്ലാവരുടെയും ജീവിതം മെച്ചപ്പെടുന്നത്. അവിടെ അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ് എന്നീ സമൂഹമുണ്ടാക്കിയ ബന്ധങ്ങൾ മാറ്റി നിർത്തിയിട്ട് എല്ലാവർക്കും മനസ്സിലാവണ ആ യാഥാർത്ഥ്യം എന്ന ആ അവസ്ഥയെ മുറുകെ പിടിച്ചുകൊണ്ട് അവിടെ ഒരു ഇൻറ്ററാക്ഷൻ പോസിബിളായി കഴിഞ്ഞാൽ അവിടെയാണ് യഥാർത്ഥ കുടുംബവും യഥാർത്ഥ ബന്ധങ്ങളും. അല്ലെങ്കിൽ ഒരു ബന്ധനങ്ങൾക്ക് ബന്ധമെന്ന് പേരിട്ടിട്ട് എല്ലാവരും ഒരുമിച്ച് കഷ്ടപ്പെട്ട് രോഗിയായി മരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം എത്ര വലിയ ഗുരുവിൻ്റെയോ ദൈവത്തിൻ്റെയോ അടിയിലാണെങ്കിലും സ്വസ്ഥമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവാനുള്ള കാരണം ഇത് മാത്രമാണ്. ദൈവവുമായിട്ട് ആർക്കും ബന്ധം പറ്റില്ല. എല്ലാവർക്കും അവനവനുമായിട്ടുള്ള ആ ബന്ധത്തിൽ നിൽക്കാനേ സാധിക്കുള്ളൂ. ദൈവത്തെ ആരും കണ്ടിട്ടില്ല. ഇല്ലാത്തൊരു കാര്യത്തിനെ പറ്റി ചിന്തിച്ചിട്ടാണ് മനുഷ്യന്മാർ തമ്മിൽ ബന്ധപ്പെടാൻ സാധിക്കാത്തത്. ഞാൻ ദൈവത്തിൻ്റെ സ്വന്തം ആളാണ്, പക്ഷെ കൂടെ നിൽക്കുന്ന ആരുമായിട്ടൊരു ബന്ധവുമില്ല. എന്ത് കാര്യമുള്ളത്? അപ്പോൾ കൂടെ നിൽക്കുന്ന ആൾക്കാരുമായിട്ടുള്ള ബന്ധമാണ് എല്ലാവരിലെയും ഐശ്വര്യത്തെയും ഈശ്വരനെയും ഉണർത്തുന്നത്. അല്ലാതെ എവിടെയോ കിടക്കുന്ന ദൈവത്തിന് വേണ്ടി കൂടെയുള്ള ആളുകളെ ഒഴിവാക്കുമ്പോഴല്ല.